ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നന്നായി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി 3 days നാഷണൽ സെമിനാർ എന്നുള്ളത്. 3 ദിവസങ്ങളിലായി 15 വ്യത്യസ്ത ഡിസിപ്ലിനുകളിൽ 15 വ്യത്യസ്ത വിഷയങ്ങളിൽ 5 തീമുകളായി തിരിച്ച് അതിൽ ഓരോന്നിലും നിരവധി ഉപതീമുകളോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ കോളേജുകളിൽ നിന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള വിദേശത്തുമുള്ള ധാരാളം ഡെലിഗേറ്റ്സ് പ്രഭാഷണങ്ങളും നിരവധി റിസർച്ച് സ്കോളേഴ്സ് ഉൾപ്പെടെ നിരവധി പേർ പ്രബന്ധങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. ഏകദേശം 500ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. 50ഓളം പ്രഭാഷണങ്ങൾ പ്രഗത്ഭരായ വിഷയവിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ കോളേജിന്റെ 8 വെന്യൂകളിലായിട്ട് ഇപ്പോൾ തന്നെ പല സെഷൻസും നടക്കുകയാണ്. ആമുഖമായി ഈ സെമിനാറിനെ കുറിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഏറെ ബഹുമാനീയായ ഡോക്ടർ ഷീബ ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് ഒരു സെഷൻ ഉണ്ടായിരിക്കണം. മറ്റെല്ലാ അക്കാഡമിക് സെഷനും മേലെയായി ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് ഒരു സെഷൻ ഉണ്ടായിരിക്കണം. ആ സെഷൻ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ശ്രീമതി പ്രീതി നടേശൻ മാം തന്നെ ആയിരിക്കണം. ഇതായിരുന്നു ആദ്യത്തെ ഡിസിഷൻ. ഈ സെമിനാർ തീരുമാനിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. അങ്ങനെയാണ് അവിടെ മുതലാണ് ഇത് ഞങ്ങൾ ചാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഈ ഓരോ കാര്യങ്ങളും ആ ഒരു വെളിച്ചത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാമിനെ ഏറെ ആദരവോടുകൂടി ഈ കോളേജിലെ ഓരോ വ്യക്തികളുടെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഫാക്കൽറ്റി, നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നിവരെ ഒപ്പം തന്നെ ഈ കോളേജിലെ ഏത് പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് ഒരിക്കൽ പോലും നമ്മുടെ RDC കോളേജിന് പുറത്തുനിന്ന് ഒരാളാണെന്ന് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഈ കോളേജിൽ എപ്പോഴും നമുക്കൊരു ഇല ഇറങ്ങണമെങ്കിൽ നമ്മൾ ചോദിക്കും അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യാമോ, അപ്പോൾ ആളിവിടെ എത്തും. അത്രയും നമ്മുടെ കോളേജിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഓരോരുത്തരോടും ചേർന്ന് നിൽക്കുന്ന ആളാണ് ശ്രീ അജയ സാറിനെ ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഈ സെമിനാറിന് ഈ ഒരു 3 ദിവസത്തെ കാര്യം, ഇത് 3 ദിവസത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ നാൾ കൊണ്ട് പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ടീച്ചറാണ്. ആ സൂപ്പർ ബ്രെയിനിന് ഒപ്പം നിന്ന് അതേപോലെ ചലിച്ച 2-3 വ്യക്തികൾ എടുത്ത് പറയാതെ പറ്റില്ല. ഇതിന്റെ സെമിനാർ കോർഡിനേറ്റേഴ്സ് ഡോക്ടർ പ്രീത കൃഷ്ണ ടീച്ചർ, പ്രൊഫസർ ഡോക്ടർ ശേഖരൻ സർ, IPSC കോർഡിനേറ്റർ ശ്രീരഞ്ജനി ടീച്ചർ. ഇവര് 3 പേരെയും എടുത്ത് തന്നെ ഞാൻ പറയുകയാണ്. 3 പേരെയും ഏറെ സ്നേഹത്തോടു കൂടി ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇനിയുള്ളത് ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ള SNDP യൂണിയന്റെ SNDPയുടെ വിവിധ ശാഖകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള അതിഥികളാണ്. നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനുള്ള സാവകാശം ഇല്ല. ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക്, നമ്മുടെ കോളേജിലേക്ക് ഇൻട്രാക്ട് 2025 എന്ന നമ്മുടെ ഇന്റർനാഷണൽ സെമിനാറിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ കോളേജിലെ അധ്യാപകരുണ്ട്, വിവിധ കോളേജുകളിൽ നിന്ന് ഇവിടെ എത്തിയ ഡെലിഗേറ്റ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി കോളേജ് പ്രിൻസിപ്പൽ ഷീബ ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രീതി മാം,
നമ്മുടെ RDC ശ്രീ അജി SRM സാർ, IQAC കോർഡിനേറ്റർ ശ്രീ രഞ്ജിനി ടീച്ചർ, ഈ അന്താരാഷ്ട്ര സെമിനാർ ഇന്ററാക്ട് 2001 കോർഡിനേറ്റേഴ്സായ ശേഖരൻ സാർ, പ്രീത കൃഷ്ണ ടീച്ചർ, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെ SNDP പ്രവർത്തകരെ, എൻ്റെ സഹപ്രവർത്തകരെ, ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നമ്മുടെ കോളേജ് ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു അന്താരാഷ്ട്ര സെമിനാർ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പല പല നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ടോക്കുകളും നമ്മൾ നടത്തി വരികയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതേ കണക്കുള്ള ഒരു സെമിനാർ നമ്മുടെ കേരളത്തിൽ തന്നെ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര സെമിനാർ എന്ന് പറയുന്നത് സംഘടിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ അധികരിച്ചിട്ടുള്ള വളരെ ചുരുക്കം ലെവലിലേക്കാണ് സംഘടിപ്പിച്ചു വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള എല്ലാത്തരം വിഷയങ്ങളെയും ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി, നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ആണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല മറ്റുള്ള കോളേജിലെ കുട്ടികൾക്കും റിസോഴ്സ് പേഴ്സൺസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും നമ്മൾ അവസരം ഒരുക്കിയിട്ടുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം, ഈ സെമിനാറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇവിടെ 9 വെന്യൂസിലായിട്ടാണ് 500ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് 10 കുട്ടികളെങ്കിലും ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക്, അക്കാഡമിക്കലി ഹൈ പ്രൊഫൈലിലേക്ക്, ഞാൻ പണ്ട് ആഗ്രഹിക്കും, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പം ഞാനൊരു കോളേജ് ടീച്ചറാണ്, എനിക്ക് നിങ്ങളെ എത്തിപ്പിടിക്കണം, കാര്യം അത്ര ഹൈറ്റിലേക്ക് പോകണമെന്ന് ഞാൻ എൻ്റെ കുട്ടികൾ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സന്ദർഭം നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഏറെ കഷ്ടപ്പെട്ട് ഒരുപാട് അധ്യാപകരുടെ, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഒരു സെമിനാർ വിഭാവനം ചെയ്തത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അൾട്ടിമേറ്റായിട്ട് നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്ന്, അത് എൻ്റെ ഒരു സ്വാർത്ഥതയാണ്. എൻ്റെ കുട്ടികളെന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്വാർത്ഥതയായിട്ട് വരും. അതുകൊണ്ട് എൻ്റെ കോളേജിലെ കുട്ടികൾക്കാണെന്ന് ഞാൻ പറയും, ഇവിടുന്ന് ഒരു 10 കുട്ടികളെങ്കിലും ഏറ്റവും മികച്ചത് ആ ലെവലിലേക്ക് പോകണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചത്. ഇതിനകത്ത് നമ്മൾ യോഗയെക്കുറിച്ച് ഒരു സെഷനുണ്ട്, അതുപോലെ തന്നെ ശ്രീനാരായണ ഒരു സെഷനല്ല പറയുന്നത്, യോഗയെക്കുറിച്ചിട്ട് നമ്മൾ കുറേയധികം റിസോഴ്സ് പേഴ്സൺ ഉണ്ട്. മാത്രമല്ല ഒരു വെന്യൂ നമുക്ക് ശ്രീനാരായണ ഗുരുദർശനങ്ങളെ കുറിച്ചിട്ടുള്ള വെന്യൂ ആണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് പ്രീതി മാഡത്തിന് നമ്മൾ ആ ഒരു വെന്യൂ പ്രീതി മാഡത്തിൻ്റെ ഒരു പ്രഭാഷണത്തോടുകൂടി നമ്മൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും പല പല പ്രമുഖരുണ്ട് ഇതിനകത്ത്. ശ്രീനാരായണ ഗുരുദർശനങ്ങളെ കുറിച്ച് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ അത് നമ്മുടെ ഗുരുവിൻ്റെ ദർശനങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു വെന്യൂ ഇതിനു വേണ്ടി സംഘടിപ്പിച്ചത്. ഏറെ ആദരവോടെ, ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് നമ്മുടെ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ശ്രീമതി പ്രീതി നടേശൻ അവരുടെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശാരീരികമായ ചെറിയ പ്രയാസം കാരണം ഇരുന്ന് സംസാരിക്കുകയാണ്, ക്ഷമിക്കണം. ഫോൺ ചെയ്ത
ITSR, അധ്യാപക അനധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, SNDP യോഗം നേതാക്കന്മാരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, വർക്കല SM കോളേജിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദർശനം എനിക്ക് അതിയായ സന്തോഷമാണ് തോന്നിയത്. ഈ കാലഘട്ടത്തിൽ നടമാടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഗുരുവിന്റെ ദർശനത്തിലാണ്. പറയുമ്പോൾ സാമൂഹ്യ പരിഷ്കർത്താവ്, വിപ്ലവകാരി, കവിത രചന, ഇങ്ങനെ പല വിശേഷണങ്ങൾ ഗുരുവിനെ പറയുമ്പോൾ ഗുരു സാക്ഷാൽ ബ്രഹ്മമാണെന്ന് ആരും ഇതുവരെ പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടില്ല. ശ്രീനാരായണ ദർശന പഠന കേന്ദ്രത്തിൽ ബാലകൃഷ്ണൻ നായർ സാറിന് അവിടെ കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ദർശന പഠനത്തിന് ഒരു പഠിതാവ് വർഷങ്ങൾക്ക് മുമ്പ് ബാലകൃഷ്ണൻ നായർ സാറിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് പല പ്രാവശ്യം പറയും. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഒരു സാക്ഷാത് പരബ്രഹ്മം. ഈ പരബ്രഹ്മം പറഞ്ഞിട്ട് അതിനെപ്പറ്റി വിവരിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞ ക്ലാസ്സിലിരുന്ന് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ഈഗോ കാരണം ആചാര്യരോടത് സാധനം ചോദിക്കാനുള്ള ഒരു വിഷമം. അപ്പോഴാണ് അദ്ദേഹം കൊല്ലത്തുള്ള ഒരു ആയുർവേദ ഒരു ഡോക്ടറെ വീട്ടിൽ തങ്ങുന്നുണ്ട്, ചികിത്സക്കെന്ന് ഞാൻ അറിയും. അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഒന്നിച്ചാളുകളിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാനായിട്ടൊരു നാണക്കേട്. അങ്ങനെ ചെന്നു പറഞ്ഞ ആചാര്യ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ബ്രഹ്മം വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഞാൻ കാൽക്കൽ ചെന്ന് ഇരുന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. സാർ പറഞ്ഞു വിഷമിക്കണ്ട, മോള് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിപ്പിക്കുന്നതൊക്കെ ഒന്ന് രണ്ടാമത് പഠിച്ചാൽ മതി. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഗുരുവിൻ്റെ കൃതികളെല്ലാം വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അപ്പോൾ ഗുരുവിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇവിടെ വിവരിക്കുന്നില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വായിച്ചു കാണും. എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുമ്മപ്പള്ളി ആശാന്റെ അടുക്കൽ വാരണപ്പള്ളിയിൽ പഠിക്കാനായിട്ട് കൊടുത്തു. നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഗുരുവിന് സംസ്കൃതമൊന്നും അറിയാമെന്ന് അവിടെ പഠിപ്പിക്കാൻ പറ്റുന്നു. ഗുരുവിന് അതിന് മുമ്പ് തന്നെ സംസ്കൃത ഭാഷ അറിയാം. അവരുടെ വലിയ കുടുംബമാണ്. ഇവിടെ അടുത്താണ്, ചെമ്പഴത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുരു ജനിച്ചത്. പിന്നെ ഈ നാണൂന്നായിരുന്നു അന്ന് വിളിക്കുന്നത്. നാണൂരിനൊന്നും കൂടെ നമ്മളിപ്പോൾ എഴുതുന്ന പോലെ ഒരു ആശാന്റെ കീഴിൽ ഇരുന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുമ്മപ്പള്ളി ആശാന്റെ ഒക്കെ കൂടുതലാക്കുന്നത്. അന്നൊക്കെ ഹോസ്റ്റലൊന്നും ഇല്ലാത്തപ്പോൾ വാരണപ്പള്ളി കുടുംബത്തിലാണ് ഗുരു നിന്ന് പഠിച്ചത്. അവിടെ ഇരിക്കുന്ന സമയത്തും അന്ന് ഈ ഉച്ചനീതിത്വങ്ങളുള്ള സമയമായിരുന്നു. ഓരോ ബ്രാഹ്മണർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം, അങ്ങനെ ജാതി വ്യത്യാസം അനുസരിച്ചാണ് അവിടെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലത്തെ സീറ്റിലാണ്. അപ്പം നാണു വന്ന് ബ്രാഹ്മണരിരിക്കേണ്ട ആ സീറ്റിലാണ് കയറിയിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന ക്ലാസ്സിലിരുന്ന കുട്ടികളെല്ലാം പറഞ്ഞ് അവിടുന്ന് മാറണം, അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആശാൻ വന്നു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ കുമ്മപ്പള്ളി ആശാൻ പറഞ്ഞ് നാണു അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ പറഞ്ഞു. ഒരു ഓല ഇട്ടിട്ട് ആ ഓലയുടെ പുറത്താണ് കയറിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നാണു ചോദിച്ചു, ആശാനെ ഞാൻ എവിടെ നിന്ന് ശ്വസിക്കണം? ഈ ഇരിക്കുന്നവരെല്ലാം സമന്മാരാണ്,
ബ്രാഹ്മണൻ ശ്വസിക്കുന്ന ആ വായു എനിക്ക് ശ്വസിക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നു. ഒരു പദ്യം പഠിപ്പിച്ച അതിൻ്റെ അപ്പുറത്തും എല്ലാം ഗുരുവിനറിയാം. അങ്ങനെ കുമ്മമ്പള്ളി ആശാന് തന്നെ ആദ്യം തന്നെ മനസ്സിലാവും ഇത് സാധാരണപ്പെട്ട ഒരു കുട്ടിയല്ല, ഏതോ നല്ലൊരു സോള് വന്ന് ഇവിടെ ജനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എല്ലാ കുട്ടികളും കാണിക്കുന്ന ഒരു ഗുരു അവിടെ കാണിക്കാറില്ലായിരുന്നു. ഒരു ദിവസം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഗുരു എപ്പോഴും ഇങ്ങനെ ധ്യാനത്തിലാണ്. ഇവിടെ പറഞ്ഞ് സെമിനാറിൻ്റെ കൂട്ടത്തിൽ യോഗ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ടെന്ന്. കുമ്മമ്പള്ളി ആശാന്റെ അവിടെ പോകുന്നതിന് മുമ്പും വാരണപ്പള്ളിയിലുള്ള അമ്മമാർക്കും എല്ലാവർക്കും പിന്നെ രാമായണം എല്ലാം വായിച്ചു കൊടുക്കും, അതിൻ്റെ അർത്ഥങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഗുരുവിനെ ഒരു നാണു എന്നുള്ള ഇതിൽ നിന്ന് ആ നാണു ആശാനെന്ന് അവിടെ ഓരോരുത്തർ കളിയാക്കി വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ചില സമയത്തൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്നത് പോലെ ഇവർക്ക് തോന്നും. അതൊരു കൂറ്റ സന്യാസി എന്ന് വിളിക്കും. ഗുരുവിനെ വിളിക്കുന്നതാണ്. കൂട്ടുകാർ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയുകയില്ലേ, അതുപോലെയൊക്കെ ഗുരുവിനെ വിളിച്ചിരുന്ന ഒരു ദിവസം അവിടെ നിന്ന് ഈ കുമ്മമ്പള്ളി ആശാന്റെ ആശ്രമം അവിടെയല്ല, പഠിക്കുന്ന സ്ഥലത്തല്ല, വാരണപ്പള്ളി വീട്ടിൽ വെച്ച് പെട്ടെന്ന് അന്ന് ഗുരുവായിട്ടില്ല, ശ്രീകൃഷ്ണനെ കാണുകയാണ്. അങ്ങനെ ആ ശ്രീകൃഷ്ണ ദർശനം നടത്തിയിട്ട് ഗുരു ആദ്യമായിട്ട് ചൊല്ലുന്ന അന്നേരം എന്താണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാളിരുന്ന് നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെയുള്ള കുണ്ടലിനി ശക്തി ഉണർന്നതാണ്. ആ ഉയർച്ചയിൽ ഗുരു ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണുന്ന, ദൈവത്തിനെ നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ? അത് ഗുരു അന്ന് ശ്രീനാരായണൻ അല്ലെങ്കിൽ നാണു എന്ന പേരിലിരുന്ന ഗുരു എങ്ങനെ കണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരു സാക്ഷാൽ ബ്രഹ്മമായതുകൊണ്ട് തന്നെയാണ്. അതിനി ഓരോരോ പടവുകൾ നമ്മൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശ്രീകൃഷ്ണ ദർശനം കഴിഞ്ഞിട്ട് പുയോവൃത്തി നിവർത്തി അത് ഓരോ കൃതികൾ പഠിക്കണം ഗുരുവിൻ്റെ. ഗുരു സാക്ഷാൽ ബ്രഹ്മമാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഞാനോ അല്ലെന്നുണ്ടെങ്കിൽ SNDPയിലുള്ള ആരെങ്കിലും കുട്ടികൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുകയില്ല. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മൾ ചെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഗുരുവിനെ അറിയാൻ ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിക്കുക. ഇതാണ് ശ്രീനാരായണ ദർശനം. അത് ഗുരുവിൻ്റെ ഓരോ കൃതികളിലൂടെയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള വിഷയത്തിൻ്റെ അടുത്ത സെക്ഷൻ തുടങ്ങും. അന്നേരം അതിലുള്ള കുട്ടികളാണ് പോകുന്നത്. പിന്നെ ഇത് ഗുരുവിൻ്റെ ദർശനം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ടിരിക്കണം. കാലുഷ്യങ്ങളൊന്നുമില്ലാതെ ഗുരുവിനെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ആവാഹിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഇരുന്നെങ്കിലേ ഗുരുവിനെ നമുക്ക് കിട്ടുന്നുള്ളൂ. എല്ലാവരും സുഖം അന്വേഷിച്ച് ലോകം മുഴുവനും നടക്കുകയാണ് സന്തോഷത്തിന് വേണ്ടി. ആ സന്തോഷം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിപ്പുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ഗുരുവിൻ്റെ ദർശനത്തിൽ മുഴുവൻ പറയുന്നത്. നമ്മളെല്ലാവരും പഠിക്കുന്നതും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും നമ്മൾ ഈ ലോകത്തു നിന്ന് മരിച്ച് സ്വർഗത്തിലോട്ട് ചെന്നാൽ നമുക്ക് എല്ലാ സുഖങ്ങളും കിട്ടുമെന്ന്. നമ്മൾ ആരും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നവരാരോടും ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നാണ് ശ്രീനാരായണ ധർമ്മമാണെങ്കിലും ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വലിയ മന്ത്രങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ശരീരമുണ്ട്, പിന്നെ ഒരു മനസ്സുണ്ട്. ആ മനസ്സിനകത്ത് നമുക്കൊരു ആധ്യാത്മികതയുണ്ട്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴേ മനുഷ്യനാകത്തുള്ളൂ. മനുഷ്യൻ്റെ ഈ ശരീരസുഖത്തിന് വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ അതേത് വിഷയത്തിലാണെങ്കിലും അവനെ മൃഗമെന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയത്ത് നമ്മുടെ മനസ്സ്
ആ മനസ്സും ശരീരവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇപ്പം തന്നെ കുട്ടികൾക്ക് പഠിക്കണമെന്നുള്ള വിചാരം വന്നാൽ അവർ പഠിക്കാൻ പോകുന്നു. ഉയരണമെന്നുള്ളത്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ആ മനസ്സിൽ നല്ലത് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ആ നെഗറ്റീവ് ചെയ്യണോ പോസിറ്റീവ് ചെയ്യണോ എന്നൊരു തീർച്ചയായിട്ടൊരു തീരുമാനം നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ ഒരു ആധ്യാത്മികത വേണം. അത് ഹിന്ദു ആണോന്നില്ല, ക്രിസ്ത്യാനി ആണോന്നില്ല, ഏത് മതത്തിലുള്ളവർക്കും ഒരു മതവും ഇല്ലാത്തവർക്കും നന്നായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒരച്ഛനും അമ്മയും ഉണ്ട്. മക്കളോട് പറയുന്നത് എന്താണ്? നല്ല കുട്ടികളായിട്ട് വളരണം, ഇല്ലേ? നമ്മൾ ആദ്യമേ നമ്മുടെ കുഞ്ഞിലെ നമ്മുടെ അമ്മമാരെങ്ങനെ പറയുന്നത്, അച്ഛന്മാരെങ്ങനെ പറയുന്നത്? നല്ല കുട്ടിയായിട്ട്. ഇപ്പോൾ ക്ലാസ്സിൽ അല്പം മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ സ്വഭാവം പോയാൽ എല്ലാം നശിച്ചു. പഠിത്തത്തിൽ നമുക്ക് മാർക്ക് കുറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നേടണമെന്ന് വിചാരിച്ചാൽ മനസ്സ് വിചാരിച്ചാൽ അത് നടത്താൻ സാധിക്കും. അതാണ് ഈ ആധ്യാത്മികവും കൂടെ കലർന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏത് നിലയിൽ ജീവിക്കുന്നവർക്കും നമ്മുടെ മുകളിൽ ഒരാളുണ്ട്. വീട്ടിലത്തെ ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. എല്ലാവരും അച്ഛനെ ബഹുമാനിച്ചല്ലേ വീട്ടിൽ കഴിയുന്നത് എന്ന് പറയുന്നത് പോലെ ഈ കോളേജിന് ഒരു പ്രിൻസിപ്പളുണ്ട്. ആ പ്രിൻസിപ്പൾ ഒബേ ദ ഓർഡർ. ടീച്ചർ പറഞ്ഞത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല, ടീച്ചർ പറഞ്ഞത് നമ്മൾ ആദ്യമേ ഒബേ. ടീച്ചർ എന്തെങ്കിലും മനസ്സിലായി അത് സന്തോഷമായിട്ട് ചെയ്യുന്ന നമുക്ക് തിരുത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്വഭാവം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇവിടെ ജീവിക്കാൻ സാധിക്കും. അതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കോളേജ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാനിവിടെ ഇത് അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ 2-3 പേര് എന്നോട് പറഞ്ഞു, ചേച്ചി നോട്ട് എഴുതിക്കൊണ്ട് പോയി വേണം ചേച്ചി പറയാൻ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്തും നോട്ട് എഴുതിയോ ഒന്നും വന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു. അപ്പം നോട്ട് എഴുതാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ കുണ്ടലിനി ശക്തി ഉണർന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമായിട്ട് ഗുരുവിനുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ദിവ്യ ദർശനമാണ്. ആ ശ്രീകൃഷ്ണ ദർശനം കൂടുതൽ പ്രശോഭിതമാക്കി. ഇതുകൊണ്ട് മാത്രം എനിക്ക് ഗുരുവിന് തന്നെ തോന്നുകയാണ്, നാം ഇത് മാത്രം നേടിയാൽ പോരാ, ഈ ലോകത്ത് നടമാടുന്ന എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ട് കൂടുതൽ നമുക്ക് നേടിയെടുക്കണം. അതിന് ഗുരു ആദ്യമായിട്ട് പോയി തപസ് ചെയ്യുകയാണ്. രണ്ടാമത് അങ്ങനെ കൊടിതൂക്കി മലയിൽ പോയി തപസ് ചെയ്യുന്ന സമയത്താണ് അടുത്ത ദർശനം കിട്ടിയാണ്. പൂർണ്ണചന്ദ്ര പ്രഭയോടുകൂടി ശിവഭഗവാനെ കാണുകയാണ്. അങ്ങനെ ശിവഭഗവാനെ കണ്ടു കഴിയുമ്പോൾ ഗുരു ഒരു കൃതി എഴുതും, ശിവശതകം എന്ന് പറയും. അതിൻ്റെ 100ാമത്തെ പദ്യം എഴുതിയിരിക്കുന്നത് വെണ്ണിലാവ് പരത്തിക്കൊണ്ട് പൊങ്ങി വരുന്ന അമൃതകിരണങ്ങളായ ചന്ദ്രന്റെ കിരണങ്ങളേറ്റ് ലോകമെല്ലാം കുളിരങ്ങി പ്രകാശിക്കുന്നു. തെളിതെള വേശി വിളങ്ങുന്ന ആ പ്രകാശത്തിൽ ദേവലോകകുളത്തിൽ ആമ്പൽ വിരിഞ്ഞു വരുന്നത് എനിക്ക് കാണുമാറാകണമെന്നാണ് ആ പദ്യത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പം ശിവനെ കണ്ടു കഴിഞ്ഞു. ആദ്യം കണ്ടത് ആരെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ. പിന്നെ ശിവനെ കണ്ടു. പൂർണ്ണചന്ദ്ര പ്രഭാതുല്യമായ ആത്മജ്ഞാനാനുഭവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. അഹോരാത്രം അന്യോന്യമായി നടത്തിയ കഠിന തപസ്സിനൊടുവിൽ ഒരു സൂര്യനായി സുബ്രഹ്മണ്യനെ വീണ്ടും കാണുകയാണ്. അത് 3ാമത്തെ ദർശനമാണ്. അത് ഷൺമുഖ
ഭഗവാനെ കണ്ടുകൊണ്ട് ഷൺമുഖ സ്തോത്രം എഴുതുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുവിൻ്റെ ഓരോ കൃതികൾ പഠിക്കുമ്പോഴേ അതിനകത്ത് ഗുരുവിനുണ്ടായ അനുഭവം പറയുകയാണ്. അങ്ങനെ ആ പ്രകാശത്തിൽ ഷൺമുഖ ഭക്തനായ നാണുഭക്തനും പ്രകാശമായി ഭവിച്ചു. ഗുരുവിൻ്റെ ഒരു കൃതി ഗുരു പറയുന്നുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു, ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും പ്രകാശമായി ഞാൻ നിൽക്കും എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് കുണ്ടലിനി പാട്ട് കഴിഞ്ഞതിന് ശേഷം ഗുരു പറയുന്നത് ഗദ്യപ്രാർത്ഥനയിലാണ്. അപ്പം ഓരോ കൃതികൾ പഠിക്കുമ്പോഴും ഗുരുവിൻ്റെ ആ തനിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മമാണെന്ന് ഗുരു സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് വിഷമം തോന്നും, ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പ്രയാസം. എനിക്കറിയാം, ആദ്യം പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുത്തില്ല. ആദ്യം നമ്മൾ ഈ ഗുരുവിനെ പഠിക്കാനായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചിട്ടവട്ടമുണ്ട്. ഗുരു നമ്മുടെ മനസ്സിലെ കാലുഷ്യങ്ങളെല്ലാം മാറ്റി മനസ്സിനെ ശാന്തമാക്കി അതിൽ യോഗ ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മളൊന്ന് മൗനമായിട്ടിരുന്ന് ഓം എന്നുള്ളൊരു മന്ത്രം കുറച്ച് നേരം നമ്മൾ ചൊല്ലുക. ചിലർ പറയും ഓം ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. ഓം ചൊല്ലാതെ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഉച്ഛ്വാസമായിട്ട് സോ അപ്പ് സോ അപ്പ്, അതാണ് ഓം എന്ന് പറയുന്ന മന്ത്രം. അത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ളതല്ലത്. ഇത് ഗുരു നമ്മളെ പറഞ്ഞു തരുന്നത്. ഗുരു കുണ്ടലിനി പാട്ടി പറയുന്നുണ്ട്, ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരു നാമെന്നറിഞ്ഞുകൊണ്ടാടുവാങ്ങി. അപ്പോൾ ആ ഓമിൽ അടങ്ങിയിരിക്കുന്നത് നാം തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഗുരുവും ശിവനും ഒന്ന് തന്നെ. ആദി ഗുരു എന്ന് പറയുന്നത് ശിവനാണ്. ആ ദക്ഷിണാമൂർത്തി തന്നെയാണ് നാം എന്നാണ് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് നേരത്തെ ഞാനൊരു പദ്യം ചൊല്ലി, കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായി നാം ഇവിടെ ജനിക്കുന്നതിന് മുമ്പും നാം ഉണ്ടായിരുന്നു. ആര്? ഗുരു ഉണ്ടായിരുന്നു. ഇനി സമാധിയായി നമ്മളിവിടെ ശിവഗിരി കുന്നിൽ ഗുരുവിൻ്റെ സമാധി കാണാനായിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോഴും പ്രകാശമായി അവിടെ ഗുരു ഉണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ശിവഗിരി തീർത്ഥാടനത്തിന് വരുമ്പോൾ ഗുരു അവിടെയുണ്ട്. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ സശരീരനായിട്ട് ശരീരമായിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് ആർക്കും സാധിക്കുന്നതല്ല. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴും അതിന് മറുപടി പറയാൻ ആർക്കും ഇല്ലാത്തതിൻ്റെ കാര്യം അതാണ്. അത് ഓരോ തലങ്ങളിലേക്ക് ഗുരു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗുരു കാണുന്നത് നാലാമത്തെ ഒരു ദർശനമാണ്. 6 സൂര്യന്മാർ ഉദിച്ച പോലെ നാലാമത്തെ അനുഭൂതിയിലെത്തി. ആ ദർശനത്തെ ഷൺമുഖ സ്തോത്രത്തിലൂടെ ഗാനം ചെയ്തിരിക്കുന്നു. അതോടെ ഹൃദയത്തിലുള്ള ദുഷ്കൃതങ്ങളെ മുഴുവൻ ഒഴുക്കിക്കളയാൻ ശക്തിയും പരിശുദ്ധിയുമുള്ള ജ്ഞാനപ്രവാഹം അന്തരംഗത്തിലുണ്ടായി. അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഗുരുവിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ കാലത്ത് ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ രാജാക്കന്മാർ വലിയ നിയമജ്ഞരായിരുന്നു. അവർ പറഞ്ഞ അന്നത്തെ കാലുഷ്യം നിറഞ്ഞ ആ സമയത്താണ് ഗുരു ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അത് ഈഴവന് പ്രതിഷ്ഠ നടത്താനേ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അന്ന് നടമാടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈഴവ ശിവനെ അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനായിട്ടുള്ള അനുവാദം ഗുരു നമുക്ക് തരികയാണ്. ശരിക്കും പറഞ്ഞാൽ രാജാവിൻ്റെ കൽപ്പനയ്ക്ക് എതിരാണ്, അല്ലേ? അന്ന് ചെയ്തിട്ട് പോലും രാജാവിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. രാജാവിനും മനസ്സിലാവുന്നുണ്ട് ഇത് സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല, ഒരു ദൈവം തന്നെയാണ്, സാക്ഷാൽ ബ്രഹ്മമാണ്. ഈ ബ്രഹ്മത്തിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തൈത്തിരിയോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത്, അത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. തൈത്തിരിയോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിനകത്ത് ബ്രഹ്മാനന്ദ വല്ലി എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതിൽ മനുഷ്യൻ്റെ സ്ഥാനമെന്ത്, രാജാവിൻ്റെ സ്ഥാനമെന്ത്, ദേവീദേവന്മാർ നമ്മളെല്ലാവരും പൂജിക്കുന്ന സരസ്വതി ദേവി അല്ലെങ്കിൽ പിന്നെ ഭദ്രകാളി,
ഇങ്ങനെയുള്ള ദേവീ ദേവന്മാരുടെ ശിവൻ അല്ല കൃഷ്ണൻ മറ്റവരുടെ എല്ലാം സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 7ാമത്തെ സ്ഥാനമേ ഉള്ളൂ. 11ാമത്തെ സ്ഥാനത്താണ് ഈ ബ്രഹ്മം നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പോകുന്ന ഉടനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും BScക്ക് പഠിക്കുന്ന ഒരു കുട്ടിയും കൂടെ പോകുമ്പോൾ നമ്മൾ പറയുകയാണ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി അല്ലല്ലോ. അപ്പോൾ ഈ ദേവീ ദേവന്മാരെ തൊഴുന്നതിന് മുമ്പ് ഈ ഗുരുവിനെ തൊഴുതുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഗുരു കഴിഞ്ഞാണ് എല്ലാം ഉള്ളൂ. അതാണ് നമ്മൾ ആദ്യമേ ചൊല്ലിയത് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മന്ത്രമാണ്. ഉപനിഷത്ത് പ്രോക്തമായിട്ട് ഗുരുവിൻ്റെ കൃതികളിലേക്ക് നമുക്ക് കയറാനൊക്കത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഓരോ പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ബുക്കുകൾ എടുത്ത് റെഫർ ചെയ്തിട്ടാണ് അതിൻ്റെ നോട്ട് എഴുതുന്നത് എന്ന് പറഞ്ഞ പോലെ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉപനിഷത്തുകളൊക്കെ പഠിച്ച് കുറച്ചെങ്കിലും പഠിക്കണം. ദ്വയോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. അതിനകത്ത് പറയുന്നത് ഗുരു ആരാണ്, ആചാര്യൻ ആരാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് ഗുരുവിൻ്റെ ആ തല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഗുരുവിനെ സാക്ഷാൽ ബ്രഹ്മമായി കണ്ടു കഴിഞ്ഞാൽ ഗുരുവല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ ലോകം മുഴുവനും ഗുരുവിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകം എത്ര നാളുണ്ടോ അന്നും ഗുരുവിൻ്റെ ദർശനം ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ട പ്രചാരകർ നമ്മൾ തന്നെ. ഗുരു ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി വരും ലോകത്തും ഒരു മാർഗദർശനമായിട്ട് വരാൻ പോകുന്നത്. ഇപ്പം തന്നെ ഇവിടെ കേരള ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണോ എന്ത് പറയുന്നു, ഫ്രാൻസിലാണെങ്കിലും ഇന്ത്യയിലേക്ക് പുറത്തുമല്ല ഗുരുദർശനം പഠിക്കാനായിട്ടുള്ള ആളുകൾ കൂടിക്കൂടി വരികയാണ്. ഗുരു എന്ന് പറയുന്ന ആ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും അത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി സന്തോഷമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിനുള്ളിൽ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2025 വന്നതിന് ശേഷം നമ്മൾ ദിവസവും കേട്ടിരിക്കുന്നത് ഒന്നിൽ ആത്മഹത്യ അല്ലെങ്കിൽ ആളെ കൊല്ലുന്നു. ഇതെന്തുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ വൈകൃതങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. അല്ലെങ്കിൽ മയക്കുമരുന്ന്. ഇതിൻ്റെ പുറകെ ഒന്നും നമ്മൾ പോവുകയില്ല. നമ്മുടെ മനസ്സിലെ ആനന്ദത്തെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ശരീരസുഖമല്ല നമുക്കുള്ളത്. ഇതാണ് ഗുരുവിൻ്റെ ദർശനം മുഴുവൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നിട്ടുണ്ട്, ഒരു കൃതി തന്നിട്ടുണ്ട്. ആ കൃതിയിൽ പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെ വിവാഹിതരാകണം, അവർക്ക് എങ്ങനെ നല്ല കുഞ്ഞുണ്ടാകണം, ആ കുഞ്ഞിനെ ജനനം തൊട്ട് മരണം വരെ എങ്ങനെ ജീവിക്കണം, പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞം, ഇത് മൂന്നും പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരെ പോലെ ഒരു ഉത്തമരായ അവർക്കുണ്ടാവും. ആ മക്കളെ ഈ ലോകത്ത് നമുക്ക് ആ കുടുംബത്തിന് നല്ലതായിരിക്കും, നാടിന് നല്ലതായിരിക്കും, നമ്മുടെ രാഷ്ട്രത്തിനും ലോകത്തിനും നല്ല കുട്ടികളായിട്ടാണ് അവർ വരാൻ പോകുന്നത്. ടീച്ചർ നേരത്തെ പറഞ്ഞു, ടീച്ചർ എത്തിപ്പിടിക്കാത്ത പോലെ നിങ്ങളൊക്കെ വളരണമെന്ന് ഭൗതികമായിട്ട്. അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ട് വളർന്നെങ്കിൽ മാത്രമേ ആ ഭൗതികമായ തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. SNDP യോഗം നടത്തുന്ന ക്ലാസ്സുകളിൽ ഞാനത് എടുത്തു പറയുകയാണ്. ബാലവേദിയും കുടുംബ യൂണിറ്റിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അമ്മമാർ പറയുന്നത്, അയ്യോ ചേച്ചി നോക്ക് ട്യൂഷന് പോകണം, അത് കാരണം ഈ ക്ലാസ്സിന് വരാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമേ ഈ ക്ലാസ്സിൽ പോയ കുട്ടികളെ അത് പഠിപ്പിക്കാൻ പറ്റും. അവർ ക്ലാസ്സിൽ ഫസ്റ്റായിരിക്കും. ഞാനത് എവിടെ വേണേലും എഴുതി വെച്ച് തരാം. ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഇതിൽ കൂടെ നമ്മൾ ആരും കുട്ടികളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നെഗറ്റീവ് ഒന്നും പറയാതിരിക്കുക. പോസിറ്റീവായിട്ട് അവരോട് പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അതാണ് ഇഷ്ടപ്പെടുന്നത്. അവർ നല്ലവരാണ്, അവർക്ക് ഏത് വഴി പോകണമെന്നറിയത്തില്ല, അത് പോകാനുള്ള വഴി അവർ തിരഞ്ഞെടുത്തോളും. ഇതെല്ലാം പഠിപ്പിച്ച് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ശ്രീനാരായണ ദർശനം പഠിക്കാനായിട്ട് ആളുകൾ കൂടി വരും. ഇവിടെ ഇപ്പോൾ ഒരു സെമിനാർ, ഞാൻ അത്ര വലിയ അറിവുള്ള ആളൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്.
ഗുരുകുല വിദ്യാഭ്യാസം പോലെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ ക്ലാസ് നടത്തുന്നത് പിന്നെ വിശ്വപ്രകാശം വിജയാനന്ദൻ. അദ്ദേഹത്തിനെ കൊണ്ട് ഗുരുവിൻ്റെ എല്ലാ കൃതികളും വ്യാഖ്യാനം എഴുതിയിട്ട് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ദൈവദശകത്തിൻ്റെ അർത്ഥം പോലും അറിയാതിരുന്ന ഞാനിപ്പോൾ ദൈവദശകം അത് നമുക്ക് പഠിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കെല്ലാം കടന്നു. അതുപോലെ തന്നെയാണ് ഗുരുവിൻ്റെ ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടവരാണ്. അതിനകത്ത് ഗുരു ചെറുതായിട്ട് പറയുന്നത് ഓമിന് അമർന്നിരുന്നാൽ മതി, നമ്മുടെ മനസ്സിനെ കാമാക്കുക. ഏത് വന്ന് നമ്മുടെ ശരീരത്ത് വന്ന് ഏതെല്ലാം വന്ന് തട്ടിയാലും നമുക്കതൊന്നും നമ്മളെ ബാധിക്കുന്നതേയില്ല. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഈ ജീവിതം ജീവിക്കാൻ സാധിക്കും. എല്ലാവരുടെയും അതെൻ്റെ ആഗ്രഹം. നമുക്കൊരു മനുഷ്യ ജീവിതം കിട്ടി നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കും. അങ്ങനെ സന്തോഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഈ ദേഹസുഖമല്ല നമ്മുടെ സുഖം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് മൃഗങ്ങളായിട്ട് ജനിക്കുന്നവർക്കൊക്കെ മൃഗങ്ങൾക്കാണത്. നമ്മൾ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യജന്മമാണ്. അങ്ങനെ കിട്ടുന്ന ജന്മത്തിൽ നമ്മൾ മനസ്സിനെ ആധ്യാത്മികമായിട്ടുള്ള ഒരു അറിവ് നേടി, അതാണ് എപ്പോഴും പറയുന്നത്, ആധ്യാത്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായിട്ട് ഉയരാനാണ് ശ്രീനാരായണ ഗുരു എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അതിന് 2-3 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, കൃഷി വ്യവസായം ചെയ്ത് സമ്പന്നരാകുക. ഇത് ഗുരു വേറൊരു തലത്തിൽ ഞങ്ങളുടെ ആചാര്യം പഠിപ്പിച്ചൊരു കഥയുണ്ട്. നമ്മുടെ അത് നടന്ന സംഭവമാണ്. നാസ്തികരും ആസ്തികരും എന്ന് പറഞ്ഞ് 2 വർഗ്ഗക്കാരുണ്ട്. ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഈശ്വരനില്ലെന്ന് വിശ്വസിക്കുന്നവരുമായ 2 കൂട്ടർ. അപ്പോൾ അവർ ഒരു വനത്തിൻ്റെ ചുറ്റിനും അടുത്താണ് താമസിച്ചിരുന്നത്. അടുത്തൊരുപാട് ആൾക്കാരവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റവർ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റവർ ഈ നാസികരായിട്ടുള്ളത് ഈ ലോകത്തുള്ള എന്തെല്ലാം വൃത്തികേടുണ്ടോ അതെല്ലാം കാണിച്ചുകൊണ്ട് ഈ ആഭിചാരക്രിയ ചെയ്യുന്ന ആൾക്കാരെ നാട്ടുകാരെ മുഴുവൻ ഏത് സമയം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവരെ കാണുമ്പോൾ ഭയമാണ് അവർക്ക്. മറ്റവരാണെങ്കിൽ അവർക്ക് നല്ലത് വരാൻ വേണ്ടിയുള്ള ഹോമം ചെയ്യുന്നു, മഴയില്ലാത്തപ്പോൾ മഴ പെയ്യുന്നു. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ വനത്തിനടുത്തായിട്ട് ഒരു നല്ല സൗന്ദര്യമുള്ള ഒരാൾ അവിടെ വന്ന് താമസിക്കുന്ന ഒരു പയ്യൻ. അപ്പം അദ്ദേഹത്തിന് കൃഷിയൊന്നുമില്ല, ഒറ്റയ്ക്ക് വന്നിരിക്കുക, കുടുംബമില്ല. അപ്പം ഈ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഭിക്ഷ യാചിച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന അരി അന്ന് വൈകുന്നേരം കൊണ്ടുവന്ന് എന്താണോ കിട്ടുന്നത് അത് വേവിച്ചൊക്കെ കഴിയുകയാണ്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ധർമ്മം ഉപദേശിക്കും, നല്ല കാര്യങ്ങൾ. ഈ ലോകത്ത് നന്മ വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത്രയും നാളും അവർ ഭയപ്പെട്ട് ഈ അവർ ചെയ്യുന്ന പൂജകളുടെ പ്രയാസം കൊണ്ട് ഇവർ വിഷമിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ആഭിചാര ക്രിയ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിള്ളേരെ പിടിച്ചോണ്ട് പോകും അവിടെ ആഹുതി ചെയ്യാനായിട്ട്. അങ്ങനെ ഭയപ്പെട്ടിരുന്ന അവർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിലെ കാലുഷ്യങ്ങളെല്ലാം പോയി അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ ഇവിടെ ജീവിച്ചിരുന്നാൽ ഇവന് കൊന്നേ സാധിക്കത്തുള്ളൂ. അപ്പം ആദ്യമേ ഇവരെന്ത് ചെയ്ത് ആ കാടിനകത്ത് തീയിട്ട് ആ കാട്ടിലെ വിഭവങ്ങളെടുത്താണ് ഈ സന്യാസിമാരവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ ആദ്യമേ അങ്ങ് നിർത്തി. ഇവർക്ക് പ്രശ്നമില്ല, ഇവർക്ക് മനുഷ്യരെ പിടിച്ച് തിന്നാം, പിന്നെ മൃഗങ്ങളെ കൊന്നു തിന്നാം, എന്ത് വേണേലും ചെയ്യാം. അപ്പം ഈ സ്വാത്വികരായ സ്വാമിമാരവിടെ കിടന്ന് വിഷമിക്കുകയാണ്, ഋഷിമാർ. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്തു, ഈ പയ്യനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഓരോരോ ആദ്യമേ ഒരു മഴു അങ്ങോട്ട് വലിച്ചത് ഇവനെ കൊല്ലാനായിട്ട്. അതാണ് പിനാകമെന്ന്. ഈ വന്നിരുന്ന ആളാരാണ്? ശിവനാണ്. ശിവൻ ബ്രഹ്മസ്വരൂപനായ ഗുരു സാക്ഷാൽ ബ്രഹ്മമായ ശ്രീനാരായണ ഗുരു. എല്ലാ ബ്രഹ്മത്തിൻ്റെയും ഓരോരോ പേരിട്ട് വിളിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം നമുക്ക് എപ്പോഴൊക്കെ ധർമ്മത്തിന് ചുതി വരുന്നോ അപ്പോഴൊക്കെ ഭഗവാൻ ഇവിടെ അവതരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവതാരമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. ഇത് വന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ആ കാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ആചാര്യൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പം ഗുരുവിൻ്റെ ആ ഒരു അറിവിൽ നമുക്ക് നമ്മുടെ മനസ്സ് സന്തോഷമാക്കാനായിട്ടുള്ള എല്ലാ
പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനും നമുക്കവിടെ സാധിക്കുന്നതാണ്. ഗുരുവിൻ്റെ ദർശനം പഠിക്കുമ്പോൾ ഈ കുണ്ടലിനി ശക്തി ഉണർന്ന് ഗുരു എങ്ങനെ വെറും നാണുവായിരുന്ന ഗുരു എങ്ങനെ നാരായണ ഗുരുവായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഓരോ തലങ്ങളിലേക്ക് ഗുരു പോകുമ്പോഴും ഗുരുവിൻ്റെ ആ ഉച്ചത്തിൽ നിൽക്കുന്ന ആ ഗുരുവിനെ കാണാനായിട്ടാണ് നമ്മൾ സഹസ്രാര പത്മത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഗുരു ഈ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത്. അങ്ങനെയാണ് ഗുരു പറയുന്നത്, ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടാണമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു നാരായണ ഗുരുവിനെ വന്ന് കണ്ട എന്താണ് ഗാന്ധിജിയോട് എല്ലാം ഗാന്ധിജി പറയുകയാണ്, അങ്ങയുടെ ജനനം കാരണം ആളുകൾക്കെല്ലാം നല്ലത് കിട്ടി, സ്വാതന്ത്ര്യവും വന്ന് ഇനിയിപ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ലാന്ന് ഗുരുവിനോട് പറയുമ്പോൾ ഗുരു പറയുകയാണ്, ഇനിയും ഗാന്ധിജി ഒന്നുകൂടെ ജനിച്ചു വരണം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം വരണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതാണ് ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഗുരുവിനെ മനസ്സിലാക്കാൻ ഈ വർക്കല കുന്നിൻ്റെ താഴെ ഇരിക്കുന്ന ഈ കോളേജിലുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ കുഞ്ഞും ആയിരങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും. വലിയ മാറ്റം, ജാതിമത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ് ശ്രീനാരായണ ധർമ്മ. ഒരു മതത്തിൻ്റെയും ചട്ടക്കൂട്ടി നിൽക്കുന്നതല്ല ഗുരുവിൻ്റെ ദർശനം. ഗുരുവിൻ്റെ ദർശനം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജാതി ഒന്നാണ്. അവിടെ ഒരു ഉച്ചനീചത്വമില്ല. എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട്, രണ്ടുണ്ടെങ്കിലല്ലേ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഒന്നേ ഉള്ളൂ, നമ്മളെല്ലാവരും എവിടെ നിന്നാണോ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ഇത് തന്നെയാണ് ശബരിമലയിൽ പോകുന്നവരെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി. അത് നീയാകുന്നു. ആര്? അകത്തിരിക്കുന്ന ഭഗവാനും പുറത്ത് നിൽക്കുന്ന ഭക്തനും. ഇതെല്ലാം പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മൾ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത തലമുറയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഒരു മതത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ നിൽക്കാതെ നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കും. അതാണ് ഏക ലോകം. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം പറയുന്നത് അതാണ്. ഗുരു ഈഴവ കുലത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. മാടനാട് ആശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ട് അത് ലോകരക്ഷാർത്ഥം അവതരിച്ച ഒരു അവതാര പുരുഷനായിരുന്നു ഗുരു. ആ ഗുരുവിൻ്റെ ദർശനം ഈ കോളേജിലുള്ള കുഞ്ഞുങ്ങളും പഠിക്കാനും ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വന്ന് എനിക്ക് സംബന്ധിക്കാനും അവസരം തന്നതിന് പ്രിൻസിപ്പലിനോടും ഇവിടുത്തെ അജി SRMനോടും അധ്യാപകരോടും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലാധിവർത്തിയായ മഹാഗുരു ഒന്നേയുള്ളൂ, അത് സാക്ഷാൽ ഗുരുദേവനാണ്. ഏതു കാലത്തിലും നാം പാലിക്കേണ്ട ദർശനങ്ങൾ ഗുരുദേവന്റെ ദർശനങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ചെറിയ മനസ്സിലും മുതിർന്നവരുടെ മനസ്സിലും ഈ അടയാളങ്ങൾ കോരിയിട്ട ഏറ്റവും ബഹുമാന്യയായ ശ്രീമതി പ്രീതി നടേശൻ അവർക്ക് കോളേജിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി
പ്രിൻസിപ്പൽ ഷീബ ടീച്ചറിനെയും മാമിനെയും ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി സെമിനാർ കോർഡിനേറ്റർ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വകുപ്പ് മേധാവി ഡോക്ടർ പ്രീതാകൃഷ്ണ ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി മാഡം, കോളേജ് പ്രിൻസിപ്പൽ ഷീബ ടീച്ചർ, അജയ് സാം സർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷേരൻ സർ, FBC കോർഡിനേറ്റർ ശ്രീരഞ്ജി ടീച്ചർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ ശ്രദ്ധാപൂർവം മാഡത്തിൻ്റെ ക്ലാസ് ഞാൻ കേൾക്കുകയായിരുന്നു. ഇതിന് മുന്നേ പലതവണ